മുഹമ്മദ് അയമൻ. ലക്ഷദ്വീപിൽ നിന്നുള്ള യുവതാരം ബ്ലാസ്റ്റേഴ്സ് യൂത്ത് ടീമിനായുള്ള മികച്ച പ്രകടനത്തിന്റെയും പ്രീ സീസൺ മത്സരങ്ങളിലെ മികവിന്റെയും ബലത്തിലാണ് സീനിയർ ടീമിൽ ഇടം നേടിയത്. പരിശീലകൻ അർപ്പിച്ച വിശ്വാസത്തെ ന്യായീകരിക്കുന്നതായിരുന്നു അയമന്റെ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ അരങ്ങേറ്റ മത്സരത്തിലെ മികച്ച പ്രകടനം. മത്സരത്തിൽ 70 മിനിറ്റിലധികം കളിച്ച അയമൻ വിങ്ങിലാണ് കളിച്ചത്. തന്റെ പന്തടക്കം കൊണ്ടും ഡ്രിബിളിംഗ് മികവ് കൊണ്ടും എതിരാളികൾക്ക് വലിയ തലവേദന സൃഷ്ടിക്കാൻ അയമന് സാധിച്ചു. മികച്ച ഫസ്റ്റ് ടച്ചും പെട്ടെന്ന് തീരുമാനമെടുക്കാനുള്ള കഴിവും പന്തിനുമേലുള്ള നിയന്ത്രണവും അയമന്റെ കളിയിൽ എടുത്തു കാണാനായി. ഓസ്ട്രേലിയൻ ദേശീയ ടീമിൽ കളിച്ച ബംഗളൂരു FC-യുടെ 29-കാരൻ റയാൻ വില്യംസിനെ വട്ടം ചുറ്റിച്ച കാഴ്ചയും കാണാൻ സാധിച്ചു. ഒടുവിൽ വില്യംസ് അയമനെ ഫൗൾ ചെയ്ത് വീഴ്ത്തുകയായിരുന്നു. കുറച്ചുകൂടി ശാരീരിക ക്ഷമത കൈവരിക്കാനായാൽ അയമൻ എന്ന 20-കാരൻ ബ്ലാസ്റ്റേഴ്സിൽ അത്ഭുതം കാണിക്കുമെന്ന് ഉറപ്പു നൽകുന്ന അരങ്ങേറ്റമാണ് കാഴ്ചവെച്ചത്. 79-ാമത്തെ മിനിറ്റിൽ 19-ാം നമ്പർ ജേഴ്സി അണിഞ്ഞ മുഹമ്മദ് അയമൻ കളം വിടുമ്പോൾ നിറഞ്ഞ കയ്യടികൾ കൊണ്ട് തന്നെയാണ് മഞ്ഞപ്പട ആരാധകരും താരത്തെ യാത്രയാക്കിയത്. കഴിഞ്ഞ സീസൺ അവസാനത്തോടെ ATK മോഹൻ ബഗാനിലേക്ക് ചേക്കേറിയ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരം സഹൽ അബ്ദുൾ സമദ് ഇല്ലാതെ ഇറങ്ങിയ മഞ്ഞപ്പടയ്ക്ക് ആ ഒരു കുറവ് ബംഗളൂരു FC-ക്കെതിരെയായുള്ള ആദ്യ മത്സരത്തിൽ പ്രകടമാകാതിരുന്നത് അയമൻ എന്ന 20-കാരന്റെ മികവ് തന്നെയായിരുന്നു കാരണം. അതെ, ഒരു സഹൽ പോയാൽ മറ്റൊരു അയമൻ വന്നിരിക്കും. കൂടുതൽ ISL അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.